ഇന്നത്തെ യാത്ര വയനാട് ജില്ലയിലെ പുൽപ്പള്ളിക്കടുത്തുള്ള ചേകാടി എന്ന് പറയുന്ന കാനന ഗ്രാമത്തിലേക്കാണ്. 49 വർഷമായി ഞാൻ വയനാട്ടിൽ ജീവിക്കുന്നു. വയനാട് ഇതുവരെ കണ്ട് കൊതി തീർന്നിട്ടില്ല, കണ്ടു കഴിഞ്ഞിട്ടുമില്ല. ഏറ്റവും ചെലവ് കുറഞ്ഞ യാത്രയാണ് അധികം തിരഞ്ഞെടുക്കാറ്. നമ്മുടെ KSRTC ബസ്സിൽ രാവിലെ 6:30-ക്കുള്ള ഫസ്റ്റ് ട്രിപ്പിൽ ചേകാടിയിലേക്ക് യാത്ര പുറപ്പെട്ടു. എൻ്റെ നാട്ടുകാരനായ ബെന്നിച്ചേട്ടനാണ് ഡ്രൈവർ. അങ്ങോട്ടുള്ള യാത്രയിൽ KSRTC ഗ്യാരേജ് കഴിഞ്ഞ് മുന്നോട്ട് പോകുന്തോറും ഇടതും വലതും ഭാഗത്തായിട്ട് ഒത്തിരി മൃഗങ്ങളെ കാണാൻ സാധിച്ചു. മാങ്കൂട്ടങ്ങൾ ഏറെയുണ്ട്. പ്രഭാത കാഴ്ച ഏറെ കൗതുകമുണർത്തുന്നതാണ്. റോഡിന് ഇരുവശവും മൃഗങ്ങൾ, ഓടിക്കളിക്കുന്ന മാങ്കൂട്ടങ്ങൾ, മഞ്ഞ് പെയ്യുന്നു, മഴ ചാറുന്നു. അങ്ങനെ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഞങ്ങളങ്ങനെ മുന്നോട്ട് പോയി. ഡിപ്രഷനിലും സങ്കടത്തിലൊക്കെയാണ് എങ്കിൽ തീർച്ചയായും ഈ ഒരു യാത്ര ആസ്വദിക്കാം. കാരണം കാടിൻ്റെ നടുവിലൂടെ പോകുന്ന സമയത്ത് ഓരോ നിമിഷവും ഏറെ വ്യത്യസ്തമാണ്, അത്രമേൽ പ്രിയങ്കരവുമാണ്. കാടും നാടും കണ്ട് ഞങ്ങളങ്ങനെ മുന്നോട്ട് പോയി. വയനാടിൻ്റെ ചരിത്രത്തിൽ ഇടം പിടിച്ച സ്ഥലമാണ് പുൽപ്പള്ളി. ഒത്തിരി ഓർമ്മകളുള്ള ഒരു നാട്, കറുത്ത പൊന്നിൻ്റെ നാട്. അതിനു മുൻപായി ഒത്തിരി വിപ്ലവങ്ങൾ അരങ്ങേറിയ നാട്. ആ നാടിൻ്റെയും കാടിൻ്റെയും കാഴ്ചകൾ ഓർത്തും കാഴ്ചകൾ കണ്ടും ആവോളം ആസ്വദിച്ചും യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. ബസ്സിൻ്റെ മുൻസീറ്റിലിരുന്ന് ഇരുവശത്തെയും കാഴ്ചകൾ ആവോളം ആസ്വദിച്ചു. തേക്കും കാടും കാടും മേടും, അങ്ങനെ വ്യത്യസ്തമായ കാഴ്ചാനുഭവങ്ങൾ. പുൽപ്പള്ളി പോലീസ് സ്റ്റേഷൻ്റെ മുന്നിലൂടെ ബസ് പാഞ്ഞപ്പോൾ ഏറെ ചിന്തകളിലേക്ക് പോയി. എത്രയെത്ര വിപ്ലവങ്ങൾ കണ്ട നാടാണ് ഈ കാടും ഈ നാടും. വയലേലകളിലൂടെ, നെൽകൃഷി നടത്തുന്ന കണ്ടങ്ങളിലൂടെ, വരമ്പുകളിലൂടെ കണ്ണുകളിങ്ങനെ നെട്ടോട്ടം ഓടിക്കൊണ്ടിരുന്നു. ഏറെ സന്തോഷകരമായ അനുഭൂതിയുള്ള കാഴ്ചകൾ സമ്മാനിച്ചുകൊണ്ട് ചേകാടി എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുകയാണ്. യാത്രകൾ പലപ്പോഴും കുടുംബമായി ചെയ്യാറുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ അപ്പൂസും ചെയ്യാറുണ്ട്. അപ്പൂസിനും മറ്റു തിരക്കുകളൊക്കെ വരുന്ന സമയത്ത് ഒറ്റയ്ക്കാണെങ്കിലും യാത്ര മുടക്കാറില്ല. യാത്ര ഏറെ ഇഷ്ടമാണ്. അത് തുടരുകയാണ്. അത് തരുന്നൊരു സന്തോഷം അത്രമേൽ ആശ്വാസകരമാണ്. ചേകാടിയിലേക്കുള്ള യാത്രയിൽ ഒറ്റയ്ക്ക് KSRTC ബസ് വിളിച്ചു പോയ പോലെയായിരുന്നു. യാത്രക്കാരെല്ലാം പുൽപ്പള്ളി എത്തിയപ്പോഴേക്കും ഇറങ്ങി. പിന്നീട് പെന്നിച്ചേട്ടനും കണ്ടക്ടറും ഞാനും അപ്പൂസും മാത്രമായി. അങ്ങനെ കാനന കാഴ്ചകളിലൂടെ വളരെ പതിയെ ഞങ്ങൾ ചേകാടി എന്ന് പറയുന്ന കാനന ഗ്രാമത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ചേകാടിയിലേക്ക് എത്തുന്ന ഈ കാടിൻ്റെ ഇരുവശത്തെയും കാഴ്ചകൾ വ്യത്യസ്തമാണ്. പ്രത്യേക തരത്തിലുള്ള മരങ്ങളും കൗതുക കാഴ്ചകളും വള്ളികളും ഊഞ്ഞാലാടാൻ പറ്റുന്ന കാട്ടുവള്ളികളും ഒക്കെയുള്ള നല്ലൊരു കാട്. തൊട്ടടുത്ത് ആനയും മറ്റു മൃഗങ്ങളൊക്കെ നിൽക്കുന്നത് കാണാം. വളരെ പതുക്കെ ആ കാനനയാത്ര ഞങ്ങൾ തുടർന്നു കൊണ്ടേയിരുന്നു. കാട് കാടായി നിൽക്കണം, നാട് നാടായി നിൽക്കണം. കാട്ടുമൃഗങ്ങൾ കാട്ടിലും മനുഷ്യർ നാട്ടിലും. അങ്ങനെ ഒരു സഹവർത്തിത്വത്തിൻ്റെ പാതയായിരുന്നു പണ്ടുണ്ടായിരുന്നത്. എവിടെയോ ഇന്നത് ചോർന്നുപോയി. അതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങളോടും കാടിനോടും ഏറെ മല്ലിട്ടാണ് ഓരോ കൃഷിക്കാരനും ഇന്ന് അതിജീവനത്തിൻ്റെ പാതയിൽ മുന്നേറുന്നത്. കാട്ടിൽ ഉപ്പൊഴികെ എല്ലാ രുചികളുമുണ്ട്. ഒരുപക്ഷെ നാട്ടിലെ രാസവളങ്ങളെല്ലാം ഉപയോഗിക്കുന്നതുകൊണ്ട് ഉപ്പിൻ്റെ അംശം കൂടുതലാവാം. അതുകൊണ്ടായിരിക്കാം മൃഗങ്ങളൊക്കെ നാട്ടിലെ തീറ്റകൾ തേടി ഇറങ്ങുന്നത്. അറിയില്ല, എൻ്റെ മനസ്സിൽ തോന്നിയൊരു തോന്നൽ പങ്കുവച്ചു എന്ന് മാത്രം. ഉപ്പൊഴികെ എല്ലാം കാട്ടിലുണ്ടല്ലോ. ഈ കാടൊക്കെ ഇതുപോലെ നിലനിൽക്കുന്നത് കൊണ്ടാണ് എല്ലാവർക്കും ഓക്സിജൻ കിട്ടുന്നത്. ശുദ്ധവായു ഇല്ലാതെ, നല്ല വെള്ളമില്ലാതെ എങ്ങനെ ജീവിക്കാൻ സാധിക്കും? എല്ലാവരും ലാഭക്കൊതിയിൽ, അതല്ലെങ്കിൽ നിലനിൽപ്പിൻ്റെ കക്ഷി രാഷ്ട്രീയങ്ങൾ മറന്ന് കൃഷി നിലനിർത്താൻ ഏറെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എന്നും കർഷകന് നഷ്ടം മാത്രമാണ്. ചേകാടി എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് എത്തിയ സമയത്ത് കൃഷിയുടെ മറ്റൊരു നേരിട്ട നേർക്കാഴ്ച കാണാൻ സാധിച്ചു. ജൈവവളങ്ങൾ മാത്രം ഉപയോഗിക്കുന്ന ചേകാടി അരി. ചേകാടി ചോറിന് പ്രത്യേക ഗന്ധമാണ്. അവിടുത്തെ
ഗന്ധകശാലയും തനത് നെൽവിത്തിനങ്ങളും സംരക്ഷിക്കുകയും കൃഷി ചെയ്യുകയും ചെയ്യുന്ന സാധാരണക്കാരായ കർഷകർ, മണ്ണിനെ ഇഷ്ടപ്പെടുന്നവർ എന്നെന്നും അവർ നിലനിൽക്കട്ടെ. ഓരോ ഭരണകൂടവും മാറി മാറി വരുമ്പോൾ ആ കർഷകരെ ചേർത്ത് പിടിക്കാൻ ആവുന്നതെല്ലാം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. എല്ലാവരും എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ അതെല്ലാം അർഹിക്കുന്നിടത്തേക്ക് എത്തുന്നുണ്ടോ എന്നതാണ് ഒരു സംശയം. നിയമങ്ങൾ കൊണ്ട് ശക്തമായ നിബന്ധനകൾ വെച്ച് ചേർത്ത് പിടിക്കുന്നത് കൊണ്ടാണ് ഈ കാട് ഇന്നും ഇങ്ങനെ നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഒത്തിരി കെട്ടിടങ്ങൾ ഉയർന്നു വന്നേനെ. ഈ കാട് ഇതുപോലെ നിലനിൽക്കട്ടെ. നമുക്കും കാണാം, നമുക്കും ജീവിക്കാം. വരുന്നൊരു തലമുറയ്ക്കും ആവോളം ഈ കാട് ആസ്വാദികരമാകട്ടെ, അനുഭവവേദ്യമാകട്ടെ. അവർക്ക് ജീവിക്കാനുള്ള ശുദ്ധമായ വായു, ഓക്സിജൻ പ്രദാനം ചെയ്യാൻ ഈ കാടിന് സാധിക്കട്ടെ. കാടുണ്ടെങ്കിലേ നാടുള്ളൂ, കാടുണ്ടെങ്കിലേ മനുഷ്യന് നിലനിൽപ്പുള്ളൂ എന്ന് എല്ലാവരും മനസ്സിലാക്കണം. അങ്ങനെ ഞങ്ങൾ ചേകാടി എന്ന് പറയുന്ന ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഗ്രാമത്തിലെത്തി. ഏറെ സന്തോഷകരമായ കാഴ്ചകളാണ് ഈ വയലേലകളിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഇവിടെ വാഴ പോലെയുള്ള മറ്റ് കൃഷികളൊന്നുമില്ല. എല്ലാവരും നെൽകൃഷി ചെയ്യുന്നവരാണ്. ചേകാടിച്ചോറിൻ്റെ ഒരു പിടി ചോറ് കഴിക്കണം എന്നെങ്കിലും ഒരിക്കൽ. അത് അത്രമേൽ ഹൃദ്യമാണ്, രുചികരമാണ്. അതിൻ്റെ സുഗന്ധം അത് വാനോളമുയരും. കൃഷിയെ സ്നേഹിക്കുന്ന ചേകാടിയിലെ നല്ല മനുഷ്യരെ പോലുള്ള ഒത്തിരി മനുഷ്യർ ഈ ഭൂമിയിൽ ഉള്ളതുകൊണ്ടാണ് ഇന്നും ഈ ഭൂമി ഹരിതാപമായി നിലനിൽക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പച്ചപ്പ്, ഈ സ്നേഹം, ഈ കരുതൽ, ഈ തുടിപ്പ് എന്നെന്നും നിലനിൽക്കട്ടെ. ഇവിടെ ശാന്തിയും സമാധാനവും കൃഷിയും പച്ചമണ്ണിൻ്റെ ഗന്ധവും പച്ചമണ്ണിനെ സ്നേഹിക്കുന്ന യുവതലമുറയും വളർന്നു വരട്ടെ. അവർക്ക് വേണ്ട പ്രചോദനം നൽകാൻ മാറി മാറി വരുന്ന സർക്കാരിനാവട്ടെ. കൃഷിയെ സ്നേഹിക്കുന്നവൻ, കൃഷിയെ ചെയ്യുന്നവൻ, അവനെ ചേർത്ത് പിടിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ. അന്നം നൽകുന്നവനെ ആത്മാർത്ഥമായി ബഹുമാനിക്കാനും സ്നേഹിക്കാനും എല്ലാവർക്കും കഴിയട്ടെ. പുതുതലമുറയും മണ്ണിനെ ഇഷ്ടപ്പെട്ട്, മണ്ണിനെ സ്നേഹിച്ച്, മണ്ണിനെ അറിഞ്ഞ് വളരട്ടെ. മണ്ണാണെല്ലാം. ആ മണ്ണ് മലിനപ്പെടാതിരിക്കട്ടെ. മണ്ണ് മലിനപ്പെട്ടാൽ ജലം മലിനമാകും. മണ്ണും ജലവും മലിനമായാൽ പിന്നെ മനുഷ്യന് നിലനിൽപ്പില്ല. എന്നും പ്രകൃതിയോട് ചേർന്ന്, പ്രകൃതിയെ സ്നേഹിച്ച് നിലനിൽക്കാൻ ഓരോ മനുഷ്യനും സാധിക്കട്ടെ. തൂശനിലയിൽ തുമ്പപ്പൂ ചോറ് വിടരുമ്പോൾ അറിയണം ഈ മണ്ണിൽ ഉഴുതുമറിക്കുന്നവൻ്റെ വിയർപ്പ് തുള്ളിയുടെ വില.